കേരളത്തിലെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപികമാർ MDMA അടിക്കുന്നവരും അത് വിൽക്കുന്നവരുമാണ്. കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വടകരയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. തുഫാൻ്റെ ഒരു ആക്ഷൻ നമ്മളെല്ലാവരും കണ്ടു. കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ ലഹരി ഇന്ന് വിമുക്തമാക്കാൻ ആഭ്യന്തര വകുപ്പ് തുടങ്ങി വെച്ച തുഫാൻ, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വടകരയിലെ ഇൻസ്പെക്ടർ ദിനേശിൻ്റെ കയ്യിൽ 2 ഗ്രാം MDMAയുമായിട്ട് അവിടെ ഒരാളെ പിടിക്കുന്ന, ഒരു ഓട്ടോ ഡ്രൈവറെ. ആ ഓട്ടോ ഡ്രൈവറെ ചോദ്യം ചെയ്തു. 2 ഗ്രാം MDMA പിടിച്ച് അയാളെ അറസ്റ്റ് ചെയ്തു. അയാളോട് ചോദിച്ചു, അയാളുടെ പേര് സഫ്വാൻ എന്നാണ്. അയാളോട് ചോദിച്ചത് എവിടുന്നാണ് വാങ്ങിച്ചത്, ഇതിൻ്റെ പണം ആർക്ക് കൊടുത്തു. പണം ഓൺലൈനിൽ കൊടുത്തു. അവിടെയാണ് ഈ കേസിൻ്റെ പ്രസക്തി വന്നത്. ഓൺലൈനിൽ ആർക്ക് കൊടുത്തു? അപ്പോഴാണ് അതൊരു ടീച്ചറിന് കൊടുത്തു. BRCയിലെ ജോലിയുള്ള കീർത്തന എന്ന ഒരു മരുതോങ്കരയിലെ ടീച്ചറിൻ്റെ അക്കൗണ്ടിലാണ് പൈസ ഇട്ട് കൊടുത്തത്. എന്തായാലും പോലീസ് ഞെട്ടി. വടകര ഇൻസ്പെക്ടറും സംഘവും അതിശയിച്ചു. പറയുന്നത് നേരാണോ? പറയുന്നത് പോലീസിനെ മിസ്ലീഡ് ചെയ്യാനാണോ? അങ്ങനെ കേരള ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ബഹുമാനിക്കുന്ന അധ്യാപകർ, റോഡിൽ കണ്ടാലും എവിടെ കണ്ടാലും അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കും. അവരാണ് തീർച്ചയായിട്ടും നമുക്ക് അറിവ് പകർന്നു തരുന്നത്. അവരുടെ കാല് തൊട്ട് നമ്മൾ വന്ദിക്കും. സമൂഹത്തിൽ അവർക്കൊരു ബഹുമാനമുണ്ട്. പക്ഷേ ഇവിടെ ആ ബഹുമാനം അറിയിക്കുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നിയോഗിച്ചിരിക്കുന്ന കീർത്തന, മരുതോങ്കര കീർത്തനയുടെ അക്കൗണ്ടിലാണ് ലഹരിയുടെ പൈസ ഇട്ട് കൊടുത്തത്. പോലീസ് കീർത്തനയെ ജൂലൈ 11-ാം തീയതിയാണ് ഈ സംഭവം. 2 ആഴ്ചക്കകം പോലീസ് കീർത്തനയെ വാച്ച് ചെയ്തു. കീർത്തനയും കൂടെയുള്ള ചില അധ്യാപകരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് എന്നവർക്ക് തോന്നി. ഏതായാലും കീർത്തനയെ വിളിച്ചു വരുത്തി അവരുടെ അക്കൗണ്ട് പരിശോധിച്ചു. അവരുടെ അക്കൗണ്ടിൽ 14 ലക്ഷം രൂപയുടെ ഡ്രഗ്സ് വന്നു പോയതായിട്ട് കണ്ടു. പോലീസ് ഞെട്ടി. അവരോട് ചോദിച്ചപ്പം അവരുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ ചിലരിലോട്ട് പൈസ പോയി. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ, അതൊരു ടീച്ചറാണ്. കീർത്തന BRCയിലെ, കാരണം അല്പം മെൻ്റലി റിട്ടാർഡായ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നവരാണ്. വളരെ ശ്രദ്ധയോടെ പഠിപ്പിക്കേണ്ടതാണ്. അവരെ വീട്ടിൽ പോയും പഠിപ്പിക്കും. പേരാമ്പ്ര BRCയിലെ അധ്യാപികയാണ് കീർത്തന. തൊട്ടുപിറകെ അവരുടെ കൂടെ കാവ്യ, കൂരാച്ചുണ്ടുകാരി. കാവ്യയും മണി ട്രാൻസാക്ഷൻ ഡ്രഗ്സിൻ്റെ നടത്തിയിരിക്കുന്നു. അവരെ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേരെയും പിരിച്ചുവിട്ടു. അവരെ ആദ്യത്തെ കീർത്തനയുടെ അക്കൗണ്ടിൽ 14 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് വന്നതായിട്ട് കണ്ടു. 5 മാസം കൊണ്ട് 9 ലക്ഷം രൂപയോളം കാവ്യയുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് കണ്ടു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പുതിയൊരു കഥാപാത്രം വന്നത്. അവള കുട്ടോത്ത് സ്വദേശിനി നീഷ്മ. അവരുടെ അക്കൗണ്ടിൽ കൂടെ 1 കോടി രൂപയാണ് വന്നത്. 99 ലക്ഷം രൂപ. അത് ഇരിട്ടി സ്വദേശിയായ ഒരു ഡെലിവറി ബോയ് ജിജിൻ കുര്യാക്കോസ് എന്ന ആൾ കൂടെയാണ് ആ 1 കോടി രൂപ പോയിരിക്കുന്നത്. അയാൾ ആ പണം വയനാട്ടിലുള്ള ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി, അതിൻ്റെ ഒരു രീതി അതാണ്. നമ്മൾ ഞെട്ടിപ്പോവും. കാരണം കുട്ടികളെ പഠിപ്പിച്ച് അടുത്ത നല്ല തലമുറയിലെ കുട്ടികളായി വാർത്തെടുക്കാൻ നിയോഗിച്ച് ശമ്പളം കൊടുത്ത് ശമ്പളം കൊടുത്ത് കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച മാതാപിതാക്കളുടെ സ്റ്റാറ്റസുള്ള അവരെ പോലെ കരുതേണ്ട ഈ ടീച്ചർമാരാണ് കുട്ടികൾക്ക്, അവർക്ക് ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ടീച്ചർമാരാണ് MDMA കച്ചവടം ചെയ്യുന്നത്. അത് ലാർജ് സ്കെയിലിൽ. ഈ BRCയിലുള്ള അധ്യാപികമാർക്ക് ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. 12,000 രൂപയാണ് അവരുടെ ശമ്പളം.
പക്ഷേ അടുത്ത കാലത്ത് ഇവരെല്ലാം വലിയ പണക്കാരായിരിക്കുന്നു, ലക്ഷറി കാറ് വാങ്ങിച്ചിരിക്കുന്നു, വലിയ ആഡംബര ജീവിതം നടത്തുന്നു, വിദേശത്ത് ടൂറ് പോയിരിക്കുന്നു, അവർ ബാംഗ്ലൂർ ടൂറ് പോകുന്നു. എവിടുന്നാണ് ഈ പണം? എന്തായാലും ആ രണ്ടുപേരെയും കഴിഞ്ഞ് മൂന്നാമത്തെ ആളെ അവിടെ അറസ്റ്റ് ചെയ്തു. ജിതിൻ കുര്യാക്കോസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. DIG കാർത്തിക്കിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം അവിടെ കാര്യമായി പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് റൂറൽ SP അവരും ഈ കാര്യത്തിൽ അന്വേഷണത്തോടൊപ്പം സഹകരിക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവം കേരളത്തിലെ മാതാപിതാക്കളും മുതിർന്നവരും അതുപോലെ തന്നെ ബുദ്ധിജീവികളും ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്നവരൊക്കെ മാറി ചിന്തിക്കണം. ഞാനൊക്കെ പോലീസിലെ സർവീസിൽ കയറുമ്പോൾ പോലീസ് വെരിഫിക്കേഷനുണ്ട്. ഏതെങ്കിലും കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിമിനൽ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, കേസ് ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്താലും ശരി, അങ്ങനെയുള്ളവർക്ക് പോലീസ് വെരിഫിക്കേഷന് ജോലി ലഭ്യമാകുന്നില്ല, ജോലി ലഭിക്കില്ല. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് കാലഘട്ടത്തിൽ അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവർക്കൊക്കെ കൺവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ജോലിയിൽ നിന്ന് എടുക്കാതിരിക്കുകയുള്ളൂ. അതേസമയത്ത് അവരുടെ കേസ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷയില്ലെങ്കിൽ എത്ര കേസുണ്ടെങ്കിലും ശരി അവർക്ക് അധ്യാപകനായിട്ടോ അല്ലെന്നെങ്കിൽ ഗവൺമെൻറ് സർവീസിലോ പോലീസ് സർവീസിലോ ജോലി തുടരാം എന്നാണ്. പക്ഷേ അതോടുകൂടി ഈ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള അല്പം ക്രിമിനാലിറ്റിയുള്ള ആർക്ക് വേണമെങ്കിലും ജോലി തുടരാം, ഗവൺമെൻറ് ജോലി തുടരാം, പോലീസിൽ വരാം, അതോടൊപ്പം കുട്ടികളെയും പഠിപ്പിക്കാം. നമുക്കറിയാം മെൻ്റലി ആയിട്ട് ഭയങ്കരം ആയ രീതിയിൽ ദൂഷ്യങ്ങളുള്ള പല ആൾക്കാരും അധ്യാപകരായിട്ട് സ്കൂളുകളിലുണ്ട്. സ്ഥിരമായിട്ടും മദ്യപിച്ച് സ്കൂളിൽ വരുന്ന അധ്യാപകരുണ്ട്. നല്ലൊരു ശതമാനം സ്കൂളുകളിലും ഈ രീതിയിലുള്ള മദ്യപിച്ച് നടക്കുന്ന അധ്യാപകരുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഇവരെ പറ്റിയുള്ള പോലീസ് വെരിഫിക്കേഷൻ വേണം. ക്യാരക്ടർ ഇല്ലാത്തവരെ ആരെയും അധ്യാപകരായിട്ട് നിയമിക്കാൻ പാടില്ല. അത് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം. നാട്ടിൽ നമുക്ക് അന്വേഷിച്ച് അറിയാം ഏത് അധ്യാപകനായാലും ശരി, അവർക്ക് ക്യാരക്ടറില്ല, സമൂഹത്തിൽ അങ്ങനെ മോശമായ അവർക്കൊരു റിപ്പോർട്ടുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അധ്യാപകരായിട്ട് നിയമിക്കാൻ പാടില്ല, അവരെ പുറന്തള്ളണം. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് തീർച്ചയായിട്ടും ക്രിമിനൽ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലും അവരെ പോലീസ് വെരിഫിക്കേഷൻ തള്ളിക്കളയണം എന്ന് തന്നെയാണ്. ക്യാരക്ടറുള്ളവർ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാകൂ. സർക്കാരിൻ്റെ ഏത് പൊസിഷനിലായാലും ശരി, ക്യാരക്ടറില്ലാത്ത വന്ന അഴിമതി തന്നെയാണ്. നമുക്കറിയാം എത്രയോ ആൾക്കാരെ വിജിലൻസ് ട്രാപ്പ് ചെയ്യുന്നു. കൈക്കൂലി ഇല്ലാതെ ഒരു കാര്യവും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ 3 അധ്യാപികമാർ, കാവ്യ, കീർത്തന, നീഷ്മ. അതിൽ കാവ്യയും നീഷ്മയും ഇടതുപക്ഷ സംഘടനയിലെ അംഗങ്ങളാണ്. അവർക്ക് ഇടതുപക്ഷ സംഘടനയായ റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു ഭാരവാഹികളാണ് രണ്ടുപേരും, കാവ്യയും നീഷ്മയും. അതുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷക്കാരാണ്. അവർ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് MDMA സപ്ലൈ ചെയ്യുന്നത്. ഇവർ 3 പേരും MDMA ഉപയോഗിക്കുന്നവരും, അവർ ധാരാളം MDMA വിറ്റ പണം അവരെ അക്കൗണ്ടിൽ കൂടെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ അതിനകത്ത് ഇവരുടെ അക്കൗണ്ടിൽ പണം ചെന്ന് കഴിഞ്ഞാൽ ആ ഡ്രഗ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ജോലിയാണ് ഇവർക്ക്. അത് ഇന്ന റോഡിൻ്റെ ഇന്ന സ്ഥലത്ത് കലുങ്കിൻ്റെ അടിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ അതേതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്, പോയി എടുത്തോളൂ. ഇതാണ് ഈ അധ്യാപികമാർ ചെയ്യുന്ന പ്രവർത്തികൾ. സാമൂഹ്യ ദ്രോഹി, ഒരു ആൻറ്റി സോഷ്യൽ എലിമെൻ്റാണ്. ഇപ്പോൾ എന്തായാലും 29 NDPS ആക്ട് വകുപ്പ് പ്രകാരം ഫൈനാൻസ് ചെയ്യുകയും ഡ്രഗ്സിൻ്റെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താലും അങ്ങനെയുള്ളവർക്ക് 20 വർഷത്തെ തടവ് കൊടുക്കേണ്ടി വരും. ഈ 3 പേരെ അവരെ ശിക്ഷിപ്പിക്കണം, അവരെ 20 വർഷ തടവിലേക്ക് അവരെ അയക്കണം. രണ്ടാമത് ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. അതിലേക്ക് പോലീസ് വരും എന്നാണ് കാർത്തിക് പറഞ്ഞത്. എന്തായാലും വടകര ഇൻസ്പെക്ടർ ദിനേശിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം
ഇതുപോലെയുള്ള കീടങ്ങൾ സമൂഹത്തിലുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു 2 ഗ്രാം MDMA സഫ്വാൻ എന്ന ഓട്ടക്കാരിൽ നിന്ന് പിടിച്ചതെന്നാണ് സമൂഹത്തെ ഞെട്ടിച്ച ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നും സാർമാരുടെ വർഗത്തിലുണ്ടെന്നും നാം കണ്ടെത്തിയത്.